ഹലോ എവ്രി വൺ, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോറൻസിക് ബാലിസ്റ്റിക്സ് ആണ്. ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഇതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോറൻസിക് ബാലിസ്റ്റിക്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷനിൽ ഫോറൻസിക് ബാലിസ്റ്റിക്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എന്താണ് ഒരു ഷൂട്ടിംഗ് ക്രൈം സീൻ എന്ന് പറയുന്നത്? ഷൂട്ടിംഗ് ക്രൈം സീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫയർ ആം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം ഈവന്റ് അല്ലെ, അല്ലെങ്കിൽ ഒരു ക്രൈം സീൻ. അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എനി ലൊക്കേഷൻ വേർ എ ഫയർ ആം ഹാസ് ബീൻ ഡിസ്ചാർജ്ഡ് കോസിംഗ് ഇഞ്ചുറി, ഡെത്ത് ഓർ പ്രോപ്പർട്ടി ഡാമേജ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇഞ്ചുറി കോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡെത്തിന് കാരണമായതോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാക്കിയതോ ആയിട്ടുള്ള ഏതൊരു ഈവന്റിനെയും നമുക്ക് ഷൂട്ടിംഗ് ക്രൈം സീൻ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഇൻസിഡന്റ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഫയർ ആം അല്ലെങ്കിൽ ഒരു ഗണ്ണ് അല്ലെങ്കിൽ ഒരു വെപ്പൺ യൂസ് ചെയ്തിട്ട് അവിടെ ഫയർ ചെയ്തിട്ട് ആർക്കെങ്കിലും ഇഞ്ചുറി പറ്റി, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായി. ഇത്തരത്തിലൊരു സിറ്റുവേഷനിലാണ് ഫോറൻസിക് ബാലിസ്റ്റിക്കിന്റെ ടീം വന്ന് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി എവിഡൻസസ് കളക്ട് ചെയ്ത് ലാബിൽ കൊണ്ടുപോയി അനലൈസ് ചെയ്തിട്ട് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിലൊരു സീനിൽ നിന്ന് നമുക്ക് എത്തേണ്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ഫയർ ആം ആണ് ഈ ഒരു ക്രൈമിന് യൂസ് ചെയ്തത്, അതേപോലെ എത്ര നമ്പർ ഓഫ് ഷോട്ട്സ് ഇവിടെ ഫയർ ചെയ്തിട്ടുണ്ട്, അതായത് ശരിക്കും എത്ര നമ്പർ ഓഫ്, ഇപ്പൊ വെടിയേറ്റത് ഒരു തവണയായിരിക്കാം അല്ലെ, ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് എയിം ചെയ്ത് വെടിയേറ്റത് ഒരു തവണയായിരിക്കാം, പക്ഷെ മറ്റ് സ്ഥലങ്ങളിലായിട്ട് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഡാമേജ് ഒരുപാട് വന്നിട്ടുണ്ടാവും. അപ്പൊ മൊത്തത്തിൽ എത്ര ഷോട്ട് അവിടെ ഫയർഡ് ആയിട്ടുണ്ട്, അതേപോലെ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഈ ഷൂട്ടർ എവിടെയായിരുന്നു, വിക്ടിം എവിടെയായിരുന്നു. ഓക്കെ, അതിനുശേഷം അതിനുപോലെ ഈ ഒരു സാധനങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് ഈവൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഷൂട്ടിംഗ് ഇൻസിഡന്റ് നടന്ന ആ ഒരു മൊത്തം ഒരു കഥ പോലെ നമുക്കൊരു സീക്വൻസ് ഓഫ് ഈവൻസ് ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ലൈക്ക് റീകൺസ്ട്രക്ഷൻ, ക്രൈം സീൻ റീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയാം നമുക്കതിനെ. ആൻഡ് ഓൾസോ ഇതൊരു ആക്സിഡന്റ് ആയിരുന്നോ, സൂയിസൈഡ് ആയിരുന്നോ, അല്ലെങ്കിൽ മേർഡർ അല്ലെങ്കിൽ ഹോമിസൈഡ് ആയിരുന്നോ എന്നുള്ള 3 കാര്യങ്ങളും കൂടെ നമുക്കിവിടെ വ്യക്തത വരുത്തേണ്ടതുണ്ട് അല്ലെ. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഒരു ഷൂട്ടിംഗ് ക്രൈം സീനിൽ നിന്നും കിട്ടേണ്ട ഇൻഫർമേഷൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തുള്ള കുറച്ച് ഇൻഫർമേഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ സഹായിക്കേണ്ടതാണ് ഈ പറഞ്ഞ ബാലിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഷൂട്ടിംഗ് ക്രൈം സീൻ ഉണ്ടായി, നമുക്ക് അവിടെ എന്ത് ടൈപ്പ് ഓഫ് വെപ്പൺ യൂസ് ചെയ്തു എന്നറിയണം, എത്ര ഷോട്ട് ഫയർ ചെയ്തു എന്നറിയണം, ഈ ഷൂട്ടറിന്റെയും വിക്ടിമിന്റെയും പൊസിഷൻസ് അറിയണം, എന്തൊക്കെ സീക്വൻസ് ഓഫ് ഈവൻസ് നടന്നു എന്നറിയണം, ഇത് ആക്സിഡന്റ് ആണോ, സൂയിസൈഡ് ആണോ, ഹോമിസൈഡ് ആണോ എന്നറിയണം. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലേൺ വാട്ട് ഇസ് ബാലിസ്റ്റിക്സ് ആൻഡ് വാട്ട് ഇസ് ഫോറൻസിക് ബാലിസ്റ്റിക്സ്. ഇപ്പൊ ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നതിനെക്കാട്ടിലും മുന്നേ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഓർക്കേണ്ടി വരും. അതായത് പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ ഈ പറഞ്ഞ +1 +2 അല്ലെങ്കിൽ 10th സമയത്തൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഓൾറെഡി പഠിച്ച കാര്യമാണ് ഈ പ്രൊജക്ടൈൽ മോഷൻ അല്ലെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോണ് എയറിലേക്ക് എറിയുന്നതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണ്ണിൽ നിന്നും വരുന്ന ബുള്ളറ്റ്, അതേപോലെ ഒരു നമ്മൾ ഫുട്ബോൾ മാച്ചിന്റെ സമയത്ത് ഒരാൾ കിക്ക് ചെയ്യുന്ന ഫുട്ബോൾ, ഇതെല്ലാം തന്നെ എന്താണ്, പ്രൊജക്ടൈൽ ആണ്. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ എയറിലൂടെയുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ മോഷൻ തന്നെയാണ് അല്ലെ. ഇവിടെ നോർമലി നമ്മൾ സ്റ്റോൺ എറിയുന്നതിന്റെ വെലോസിറ്റി കുറവാണെന്നേ ഉള്ളൂ, ബുള്ളറ്റിൽ നിന്നും വരുന്ന ഗണ്ണിൽ നിന്നും വരുന്ന ബുള്ളറ്റിന്റെ വെലോസിറ്റി കൂടുതലാണെന്നേ ഉള്ളൂ. വെലോസിറ്റിക്ക് മാത്രമേ അവിടെ ചേഞ്ച് ഉള്ളൂ. പക്ഷെ എന്തും ഇതുപോലെ എയറിലേക്ക് ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇജക്ട് ചെയ്യുന്ന ഏതൊരു സാധനത്തിന്റെയും മോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പ്രൊജക്ടൈൽ മോഷന്റെ ടേംസിലാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രൊജക്ടൈൽ മോഷന്റെ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് ഈ പറഞ്ഞ ബാലിസ്റ്റിക്സ്. ഓക്കെ, സോ ബാലിസ്റ്റിക്സ് ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ ഡൈനാമിക്സ്, ബിഹേവിയർ ആൻഡ് ഇഫക്ട് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയെ നമ്മൾ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്, ഫോറൻസിക് ബാലിസ്റ്റിക്സ്. സോ ദി ആപ്ലിക്കേഷൻ ഓഫ് ബാലിസ്റ്റിക്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ക്രൈംസ് ഇൻവോൾവിംഗ് ഫയർ ആംസ് ആൻഡ് അമ്യൂണിഷൻ, അതാണ് എന്ത്, ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫയർ ആം അതായത് ഗണ്ണും ബാക്കിയുള്ള വെപ്പൺസും, അതുപോലെ അതുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള അമ്യൂണിഷൻ, അതായത് ഈ ബുള്ളറ്റ്, അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള വെടിമരുന്നുകൾ, അതായത് ഗൺ പൗഡേഴ്സ്, പിന്നെ അങ്ങനത്തെ കുറച്ച് അസോസിയേറ്റഡ് എവിഡൻസ് ഒക്കെ ചേർന്ന് അമ്യൂണിഷൻ എന്ന് പറയുന്ന സാധനങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ഇതൊക്കെ ക്രൈമിൽ എങ്ങനെ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രൈമിൽ നമുക്ക് ഇതെങ്ങനെ ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷനിലേക്ക് എത്താം എന്നുള്ളതിന്റെ ഒക്കെ അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കുറച്ച് ഇൻഫർമേഷനിലേക്കൊക്കെ എങ്ങനെ എത്താം എന്ന് സഹായിക്കുന്ന ഒരു സയന്റിഫിക് ബ്രാഞ്ച് ആണ് ഇൻ ടോട്ടൽ ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു ബാലിസ്റ്റിക് എക്സ്പേർട്ട് ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു ഷൂട്ടിംഗ് ഈവന്റിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ തരുന്നതും ഈ തരത്തിലുള്ള എവിഡൻസിനെ കമ്പയർ ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ ഓക്കെ
സോ ഈ ബാലിസ്റ്റിക്സിന് നമുക്ക് 3 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, നോർമലി ബാലിസ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റഡിക്ക് 3 ഡിവിഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് ബാലിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു പ്രൊജക്ടൈൽ മോഷനെ വൈഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ഏരിയയാണ് ബാലിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഫോറൻസിക് ആസ്പെക്ടിൽ വരുമ്പോൾ എന്തായിരിക്കും, ഫയർ ആമുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എവിഡൻസസ് പഠിക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ഫോറൻസിക് ബാലിസ്റ്റിക്സ് അല്ലെ. അപ്പൊ ഫയർ ആം റിലേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഡെഫിനേഷനും ഫയർ ആമുമായിട്ടുള്ള കുറച്ച് രീതിയിലാണ് നമ്മളിത് അലൈൻ ചെയ്തിരിക്കുന്നത്. 3 തരത്തിലാണ് നമുക്ക് അതിന്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ വരുന്നത്. ഫസ്റ്റ് ഇന്റേണൽ ബാലിസ്റ്റിക്സ്, അതായത് ഇപ്പൊ നമുക്കൊരു ഗണ്ണുണ്ട്. ഈ ഗണ്ണ് നമ്മൾ ട്രിഗർ പ്രസ് ചെയ്യും. നമ്മൾ ട്രിഗർ പ്രസ് ചെയ്തിട്ടാണല്ലോ ഗണ്ണ് ഫയർ ചെയ്യുക. അപ്പൊ ഈ ട്രിഗർ പ്രസ് ചെയ്യുന്ന ആ ഒരു നിമിഷം തൊട്ട് ഈ ഒരു ബുള്ളറ്റ് ഗണ്ണിന്റെ പുറത്തേക്ക് പോവാൻ നിൽക്കുന്ന ആ ഒരു നിമിഷം വരെയുള്ള എല്ലാ ഈവന്റ്സിനെയും പറ്റി പഠിക്കുന്നതാണ് ഇന്റേണൽ ബാലിസ്റ്റിക്സ്. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ്, അപ്പൊ നമുക്ക് ഇതുപോലൊരു ഗണ്ണുണ്ട്. ഇതാണ് ഇതിന്റെ ട്രിഗർ അല്ലെ. ഓക്കെ, ഇതിന്റെ ട്രിഗർ ആണിത്. അപ്പൊ ഈ ട്രിഗർ പ്രസ് ചെയ്തത് തൊട്ടുള്ള അല്ലെങ്കിൽ പ്രസ് ചെയ്തത് മുതൽ ഈ ഒരു കാട്രിഡ്ജ് കേസിൽ നിന്നും ഈ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്ന ഇവിടെ വരെയുള്ള എല്ലാ ഈവന്റ്സും എന്താണ്, ഇന്റേണൽ ബാലിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇന്റേണൽ ബാലിസ്റ്റിക്സ് കഴിഞ്ഞാൽ വരുന്നതാണ് എക്സ്റ്റേണൽ ബാലിസ്റ്റിക്സ്. എക്സ്റ്റേണൽ ബാലിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോയ ശേഷം അവിടെ എന്തൊക്കെയാണോ ഈ എയറിലൂടെ പോകുന്ന സമയത്ത് എന്തൊക്കെയാണോ അതിന് മാറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി ചേഞ്ചസ് ആവാം, അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അത് തട്ടിയിട്ടുണ്ടായ അതിന്റെ ട്രജക്ടറി ചേഞ്ചസ് ആവാം, അതിന്റെ ട്രജക്ടറി മോഷൻ, അതായത് ഏത് ട്രാക്കിലൂടെയാണ് അല്ലെങ്കിൽ എന്ത് ട്രജക്ടറിയിലൂടെയാണ് ഇത് പോയത് എന്നുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഈ ഒരു ട്രജക്ടറി എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മോഷനെ എഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഇതിലാണ്, എക്സ്റ്റേണൽ ബാലിസ്റ്റിക്സിലാണ്. പുറമേയുള്ള ബാലിസ്റ്റിക്സ്, എക്സ്റ്റേണൽ എയറിലുള്ള ബാലിസ്റ്റിക് കോൺസെപ്റ്റ്സ്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് ടെർമിനൽ ബാലിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്റേണൽ ബാലിസ്റ്റിക്സ് പറഞ്ഞു, അതായത് തോക്കിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ട്രിഗർ പ്രസ് ചെയ്തതിന് ശേഷം നടക്കുന്ന എല്ലാ ഈവന്റ്സും അപ് ടു എവിടെ, ബുള്ളറ്റ് ഈ പറഞ്ഞ വെപ്പന്റെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പേ വരെയുള്ള എല്ലാ ഈവന്റ്സിനെ പറ്റി പഠിക്കുന്നത് ഇന്റേണൽ ബാലിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ ബാലിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബുള്ളറ്റ് ഈ ഗണ്ണിൽ നിന്നും പുറത്തേക്ക് പോയി അത് ടാർഗറ്റിലേക്ക് എത്തുന്ന വരെയുള്ള എല്ലാ ഈവന്റ്സും എക്സ്റ്റേണൽ ബാലിസ്റ്റിക്സിന്റെ അണ്ടറിൽ വരുന്നു. പിന്നെന്താ വരുന്നത്, ടെർമിനൽ ബാലിസ്റ്റിക്സ്. ടെർമിനൽ ബാലിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടാർഗറ്റ്, ആ ടാർഗറ്റ് ഹ്യൂമൺ ആവാം, നോൺ ലിവിങ് ആവാം, നോൺ ലിവിങ് ആവാം. ഓക്കെ, ലിവിങ്ങോ നോൺ ലിവിങ്ങോ ആയിട്ടുള്ള ഏതൊരു ടാർഗറ്റിനെയും നമ്മൾ ടെർമിനൽ ബാലിസ്റ്റിക്കിലെ ടാർഗറ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ടെർമിനൽ ബാലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടാർഗറ്റിലേക്ക്, സോറി, ഈ ടെർമിനൽ ബാലിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടാർഗറ്റിലേക്ക് ഈ ഒരു പ്രൊജക്ടൈല് സ്ട്രൈക്ക് ചെയ്ത ശേഷം ആ ടാർഗറ്റിൽ എന്തൊക്കെ ബിഹേവിയറൽ ചേഞ്ചസ് സംഭവിച്ചു എന്നോ, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടൈലിന് എന്തൊക്കെ സംഭവിച്ചു എന്നോ, അതവിടെ ഇഫക്റ്റ് ഉണ്ടാക്കിയ ഇഫക്റ്റുകളെ കുറിച്ചോ അങ്ങനെയൊക്കെ പഠിക്കുന്നതാണ് ഈ പറഞ്ഞ ടെർമിനൽ ബാലിസ്റ്റിക്സ്. അപ്പൊ ഇന്റേണൽ, എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ടെർമിനൽ ബാലിസ്റ്റിക്സ്, ഇങ്ങനെയാണ് നമ്മൾ ബാലിസ്റ്റിക്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ 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 ഇനി നമ്മൾ ഫയർ ആമിന്റെ ഒരു ഡെഫിനിഷനിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇന്ത്യൻ ആംസ് ആക്ട് പ്രകാരം, ഇന്ത്യൻ ആംസ് ആക്ടില് ഫയർ ആമിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഏതൊരു ഇങ്ങനത്തെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഇങ്ങനത്തെ ഏതൊരു പ്രൊജക്ടൈലിനെയും എന്തൊരു എനർജിയും യൂസ് ചെയ്ത് ലോഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒരു ഡിവൈസിനെ നമുക്ക് എന്തെന്ന് പറയാം, ഫയർ ആം എന്ന് പറയാം. അപ്പൊ അത് ഈ ഒരു ഇമേജിൽ കാണിച്ച പോലെ ഇത് തോക്കാവാം, അല്ലെങ്കിൽ പീരങ്കി പോലത്തെ ആർട്ടിലറീസ് ആവാം. ആർട്ടിലറി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ മെഷീനറീസ് അല്ലെങ്കിൽ വലിയ ലോഞ്ചിങ് വെപ്പൺസ്. അപ്പോൾ ചെറിയ തോക്കുകൾ മുതൽ വലിയ ആർട്ടിലറീസ് വരെ ഉൾക്കൊള്ളുന്നതാണ് ഈ പറഞ്ഞ ഇന്ത്യൻ ആംസ് ആക്ടിന്റെ ഫയർ ആം എന്നുള്ള ഡെഫിനിഷൻ. ഇതിലവിടെ കൊടുത്തിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ഇന്ത്യൻ ആംസ് ആക്ട്, എ ഫയർ ആം മീൻസ് ആംസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ ഡിസൈൻഡ് ഓർ അഡാപ്റ്റഡ് ടു ഡിസ്ചാർജ് പ്രൊജക്ടൈൽ ഓർ പ്രൊജക്ടൈൽസ് ഓഫ് എനി കൈൻഡ്, ഏത് തരത്തിലുള്ള പ്രൊജക്ടൈലും ആവാം, ബൈ ദി ആക്ഷൻ ഓഫ് എനി എക്സ്പ്ലോസീവ്, ഏത് എക്സ്പ്ലോസീവ് യൂസ് ചെയ്തിട്ടും, ഓർ അതർ ഫോംസ് ഓഫ് എനർജി. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള എനർജിയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പ്ലോസീവോ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊജക്ടൈലിനെ ലോഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏത് ഡിവൈസിനെയും നമുക്ക് എന്ത് പറയാം, ഫയർ ആം എന്ന കാറ്റഗറിയിൽ പറയാമെന്നാണ് ഇന്ത്യൻ ആംസ് ആക്ട് പ്രകാരം പറയുന്നത്. പക്ഷെ നമുക്ക് ഫോറൻസിക് ടേംസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഫോറൻസിക് ആസ്പെക്റ്റിൽ വരുമ്പോൾ നമ്മൾ നോർമലി ക്രൈം സീനിൽ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോൾഡർ ഹെൽഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ വെപ്പൺസ്, അതായത് തോക്ക് പോലുള്ള വെപ്പൺസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു കാറ്റഗറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വലിയ ആർട്ടിലറീസിനെ കുറിച്ചൊന്നും പഠിക്കുന്നില്ല, മറിച്ച് നമ്മൾ ഓൺലി ഫോക്കസിങ് ഓൺ ഗൺസ്. ഓക്കെ, അപ്പൊ ഗണ്ണാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഗണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എവിഡൻസസ്, ടൈപ്സ് ഓഫ് ഗൺസ്, അതൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഫോറൻസിക് ആസ്പെക്റ്റിൽ കവർ ചെയ്യുന്നത്. ഓക്കെ
ഓക്കെ. ഇപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പം ഓർത്ത് വെക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പേരാണ് ഈ പറഞ്ഞ ഡോക്ടർ കാൽവിൻ ഹുക്ക ഗൊഡാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര്. ഓക്കെ. അപ്പൊ ഡോക്ടർ കാൽവിൻ ഹുക്ക ഗൊഡാർഡ് എന്ന് പറയുന്നത് ഹി ഈസ് ദ ഫാദർ ഓഫ് ഫോറൻസിക് ബാലിസ്റ്റിക്സ്. അദ്ദേഹം ഫോറൻസിക് ബാലിസ്റ്റിക്സിന്റെ പിതാവാണ്. അതേപോലെ തന്നെ ഹി ഇൻവെന്റഡ് ദ കമ്പാരിസൺ മൈക്രോസ്കോപ്പ്. കമ്പാരിസൺ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തതും ഇദ്ദേഹമാണ്. ഫോറൻസിക് ബാലിസ്റ്റിക്സിന്റെ പിതാവും ഇദ്ദേഹമാണ്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഡോക്ടർ കാൽവിൻ ഹുക്കർ ഗൊഡാർഡുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഓർത്ത് വെക്കേണ്ട രണ്ട് ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ ഫോറൻസിക് ബാലിസ്റ്റിക്സിന്റെ ഫാദർ ആണെന്നുള്ളതും ഹി ഇൻവെന്റഡ് കമ്പാരിസൺ മൈക്രോസ്കോപ്പ് എന്നുള്ളതും. അപ്പൊ കമ്പാരിസൺ മൈക്രോസ്കോപ്പിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷൂട്ടിംഗ് ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ക്രൈം സീൻ അല്ലെ, അപ്പൊ ഞാൻ പറഞ്ഞു അവിടുന്ന് നമ്മൾ ഈ പറഞ്ഞ ഷൂട്ടർ ആരാണ്, ഫയർ ആം എന്താണ് യൂസ് ചെയ്തത് എന്നുള്ള എവിഡൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ ഷൂട്ടറെ പെട്ടെന്നൊന്നും കിട്ടി കാണില്ല അല്ലെ, അവിടെ അതാ ഷൂട്ടർ ആ ഒരു ഇൻസിഡന്റിന്റെ സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ ഷൂട്ടറിനെ കിട്ടുന്നത്. ചില ഇൻസിഡൻസസിൽ ആ ഒരു ഇൻസ്റ്റൻസിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ ഷൂട്ടർ അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ചില എക്സെപ്ഷണൽ കേസസ് ഒഴികെ മോസ്റ്റ് ഓഫ് ദി കേസസിൽ നമുക്ക് അവിടെ ഷൂട്ടർ ഉണ്ടാവില്ല. ഓക്കെ. ക്രൈം ചെയ്ത ഒരു സസ്പെക്ട് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ അവിടെ ഉണ്ടാവില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കേസിൽ നമുക്ക് കിട്ടാവുന്ന എവിഡൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിക്ടിമിന്റെ ബോഡിയിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ സറൗണ്ടിങ്സിലൊക്കെ ചിന്നിച്ചിത്രി കിടക്കുന്ന ഫയർആമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എവിഡൻസസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊരു ബുള്ളറ്റ് ആവാം, അല്ലെങ്കിൽ കാട്രിഡ്ജ് കേസ് പോലത്തെ എന്തെങ്കിലും പാർട്സ് ആവാം. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് എവിഡൻസസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ എവിഡൻസസിനെ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിവൈസ് ആണ് ഈ പറഞ്ഞ കമ്പാരിസൺ മൈക്രോസ്കോപ്പ്. ഓക്കെ. ഇപ്പൊ ക്രൈം സീനിൽ നമുക്ക് ഈ ഒരു സാമ്പിൾ കിട്ടി. ഈ പറഞ്ഞ ബുള്ളറ്റ് നമുക്ക് ഈ വിക്ടിമിന്റെ ദേഹത്ത് നിന്ന് നമുക്ക് ഒരു ബുള്ളറ്റ് കിട്ടി. ഈ കിട്ടിയ ബുള്ളറ്റ് ഈ പറഞ്ഞ സസ്പെക്റ്റോ അല്ലെങ്കിൽ നമുക്ക് ക്രിമിനലിനോ പിന്നീട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് ഈ ഒരു സസ്പെക്റ്റിനോ ക്രിമിനലിനോ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പൊ അയാളെ കിട്ടിയിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺ തന്നെയാണോ ഈ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെപ്പൺ യൂസ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ഫയർ ചെയ്ത് നോക്കും. ഓക്കെ. നമ്മൾ ഈ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്ന പോലെ, ലബോറട്ടറിയിലൊക്കെ കൺട്രോൾഡ് എൻവറോൺമെന്റൽ എക്സ്പെരിമെന്റ്സ് നടത്തുന്ന പോലെ തന്നെ നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റ് ഫയറിംഗ് നടത്തും. എന്നിട്ട് അവിടുന്ന് കളക്ട് ചെയ്ത ബുള്ളറ്റും ഈ ടെസ്റ്റ് ഫയർ ചെയ്ത് കിട്ടിയ ബുള്ളറ്റും നമുക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും കൂടിയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ. ഇങ്ങനെ കമ്പാരിസൺ നടത്തുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് എവിഡൻസസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മാച്ചിങ് ആയാൽ മാത്രമേ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ എന്ത്, ഇത് ഇയാൾ തന്നെയാണ് സസ്പെക്ട് എന്നും ഇയാൾ യൂസ് ചെയ്ത വെപ്പൺ ഈ ഒരു പെർട്ടിക്കുലർ വെപ്പണിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ക്രൈം നടന്നതെന്നുള്ളതൊക്കെ പറയാൻ പറ്റുള്ളൂ. സോ അതാണ് കമ്പാരിസൺ മൈക്രോസ്കോപ്പിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഹി ഈസ് ദ ഫാദർ ഓഫ് ഫോറൻസിക് ബാലിസ്റ്റിക്സ് ആൻഡ് ഓൾസോ ഹി ഇൻവെന്റഡ് ദ കമ്പാരിസൺ മൈക്രോസ്കോപ്പ്. എന്തിനാണ് കമ്പാരിസൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ബാലിസ്റ്റിക് എവിഡൻസുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ സാമ്പിളും നമ്മൾ കണ്ടെത്തിയ വെപ്പണിൽ നിന്നുള്ള ബുള്ളറ്റും ഒരേ തന്നെയാണോ, ഈ പറഞ്ഞ വെപ്പണിൽ നിന്ന് തന്നെയാണോ ഈ ബുള്ളറ്റ് ഫയർ ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കമ്പാരിസൺ മൈക്രോസ്കോപ്പ്. അറ്റ് എ ടൈം രണ്ട് സബ്ജക്ട്, സാധാരണ മൈക്രോസ്കോപ്പിൽ നമുക്ക് ഒരു ഫീൽഡിൽ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ നമുക്ക് രണ്ട് ഫീൽഡ് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും രണ്ട് ഫീൽഡ് ഉണ്ട്. രണ്ട് ഫീൽഡിൽ അറ്റ് എ ടൈം നമുക്ക് ഈ ഒരു ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതൊരു അങ്ങനെ കമ്പയർ ചെയ്ത രണ്ട് സെക്ഷൻസ് ആണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ. അപ്പം ഇനി ഒരു ഗണ്ണിന്റെ ബേസിക് പാർട്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഞാനൊരു പിസ്റ്റൾ വെച്ചിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പിസ്റ്റൾ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിസ്റ്റൾ ആണ് കൊടുത്തിരിക്കുന്നത്. പിസ്റ്റൾ നമ്മൾ നോർമലി ലൈക്ക് കുറെ സീരീസിലായാലും ഫിലിംസിലായാലും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കോമൺ വെപ്പൺ ആയതുകൊണ്ട് നമ്മൾ പിസ്റ്റൾ വെച്ചിട്ട് ആദ്യം ബിഗിൻ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് പിസ്റ്റളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് നമ്മൾ ഈ മാഗസിനെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെ. സോ മാഗസിൻ എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ്സ് എ കണ്ടെയ്നർ ഓർ ഡിവൈസ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് സപ്ലൈയിങ് കാർട്രിഡ്ജസ് ടു ദ ചേംബർ. അതായത് ഒരു പെർട്ടിക്കുലർ വെപ്പണിന്റെ ചേംബർ എന്ന് പറയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോർഷനെയാണ് നമ്മൾ ചേംബർ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ, അതായത് കാട്രിഡ്ജ് നമ്മൾ വെപ്പണിലേക്ക് ഇൻസേർട്ട് ചെയ്ത്
അതിനുശേഷം അത് സീറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ പോർഷനെയാണ് നമ്മൾ അതിനെ ചേംബർ എന്ന് പറയുന്നത്. അപ്പൊ ആ ചേംബറിലേക്ക് കാട്രിജിനെ ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഓഫ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഓഫ് സ്റ്റോറിംഗ് ദീസ് കാട്രിജസ്, അതാണ് എന്ത് പറയുന്നത്, മാഗസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാത്തിലും മാഗസിൻ തന്നെ ആവണമെന്നില്ല. ചിലത് നോർമലി ഇപ്പം ഇതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് കാട്രിജസിനെ നമ്മൾ ഒരു ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ കാട്രിജ് മാഗസിൻ എന്ന് പറയുന്നത്. നമ്മളതല്ലാതെ നമ്മുടെ മാനുവലി ഓരോരോ സിംഗിൾ കാട്രിജ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, മാഗസിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോറേജ് ഡിവൈസ് ഫോർ ദീസ് കാട്രിജസ്. നമ്മൾ ഈ കാട്രിജസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബുള്ളറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു കാട്രിജിന്റെ ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് ഈ പറഞ്ഞ മാഗസിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് നമ്മൾ ഈ പറഞ്ഞ പിസ്റ്റളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്ത ശേഷം ഒരു സ്ലൈഡിംഗ് മെക്കാനിസം ഉണ്ട്. ഈ ഒരു പിസ്റ്റൾ ആണെങ്കിൽ നമ്മൾ അതിനെ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയും. ഇതുണ്ടല്ലോ ഒരു സ്ലൈഡ്. അപ്പൊ ഈ ഒരു സ്ലൈഡ് ഒരു കവർ പോലത്തെ ഈ ഒരു സ്ലൈഡ് പോർഷൻ നമ്മൾ ബാക്കിലേക്ക് പുള്ള് ചെയ്യുന്നു. അപ്പൊ ബാക്കിലേക്ക് പുള്ള് ചെയ്താലുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതൊരു സ്പ്രിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ പറഞ്ഞ മാഗസിൻ എന്ന് പറയുന്നത്. അതായത് ഓരോ കാട്രിജ് നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും ഒരു സ്പ്രിംഗ് അറേഞ്ച്മെന്റ് വഴി അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് സാധാരണ മാഗസിനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്പ്രിംഗ് അറേഞ്ച്മെന്റ് കൂടിയിട്ടുള്ള ഈ ഒരു മാഗസിനിൽ നിന്നും ഓരോ കാട്രിജുമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ സ്ലൈഡിനെ ബാക്കിലേക്ക് വലിക്കുന്ന ഈ ഒരു ആക്ഷൻ ആണ്, റാക്കിംഗ് ദ സ്ലൈഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ റാക്കിംഗ് ദ സ്ലൈഡ് അല്ലെങ്കിൽ സ്ലൈഡിനെ ബാക്കിലേക്ക് പുള്ളി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് വഴി എന്ത് സംഭവിക്കുന്നു, ഈ ഒരു മാഗസിനിൽ നിന്നും ഈ ഒരു സ്റ്റോറേജ് ഒരു ഡിവൈസിൽ നിന്നും ഒരു കാട്രിജ് ഇതിലേക്ക് ലോഡ് ആവുന്നു. ഓക്കെ, അപ്പൊ ലോഡിംഗ് എന്ന പ്രോസസ്സ് പറയാം. ലോഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സ്റ്റോറേജ് ഡിവൈസിൽ നിന്നും ഒരു കാട്രിജിനെ ചേംബർ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സീറ്റിംഗ് പൊസിഷനിലിരിക്കുന്ന ഈ ഒരു കാട്രിജ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള ചേംബർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാട്രിജിനെ മാഗസിനിൽ നിന്നും നമ്മൾ ബാക്കിലേക്ക് സ്ലൈഡ് വലിച്ച് മുന്നോട്ട് വലിക്കുന്ന സമയത്ത് എന്താ, ബാക്കിലേക്ക് സ്ലൈഡ് പുള്ളി ചെയ്ത് ഫ്രണ്ടിലേക്ക് അതിനെ പുഷ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇതിൽ നിന്നും ഒരു കാട്രിജ് ഈ ഒരു ചേംബറിലേക്ക് സീറ്റഡ് ആവും. ഓക്കെ, തൽക്കാലം ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോ ഇങ്ങനെ സീറ്റഡ് ആയിട്ടുള്ള ഒരു കാട്രിജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അപ്പൊ കാട്രിജ്, മാഗസിൻ, ഓക്കെ, ഈ സ്ലൈഡ്, ഇത്രയും 3 പാർട്സ് നമ്മൾ ഇവിടെ പഠിച്ചു അല്ലെ. അപ്പൊ മാഗസിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ സ്റ്റോറേജ് ഡിവൈസ് ഓഫ് കാട്രിജസ്. കാട്രിജസ് നമ്മൾ ഈ പറഞ്ഞ ചേംബറിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഈ സ്ലൈഡ് എന്ന് പറയുന്നത്. സ്ലൈഡ് ബാക്കിലേക്ക് പുള്ളി ചെയ്ത് ഫ്രണ്ടിലേക്ക് അത് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ചേംബറിലേക്ക് കാട്രിജ് സീറ്റഡ് ആവുന്നു. ഓക്കെ, അപ്പൊ ഇതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രിഗർ പ്രസ് ചെയ്യണം. ഓക്കെ, സോ വി ആർ പുള്ളിംഗ് ദ ട്രിഗർ അല്ലെങ്കിൽ പുള്ളിംഗ് ദ ട്രിഗർ അല്ലെങ്കിൽ പ്രസിംഗ് ദ ട്രിഗർ എന്നൊക്കെ പറയാം. ഇതാണ് ട്രിഗർ എന്ന് പറയുന്നത്, ട്രിഗർ മെക്കാനിസം. ഇത് പുള്ളി ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഫയറിംഗ് മെക്കാനിസം ഇനീഷ്യേറ്റ് ആവുന്നത്. സോ അതെങ്ങനെ ഇനീഷ്യേറ്റ് ആവുന്നു, ഈ ട്രിഗർ നമ്മൾ ബാക്കിലേക്ക് പുള്ളി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹാമർ മെക്കാനിസം ഇവിടെ കാണാം. ഈ ഒരു ഹാമർ മെക്കാനിസം കാണുന്നുണ്ട്. ഈ ഹാമർ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ വി ആർ പുള്ളിംഗ് ദ ട്രിഗർ ബാക്ക്വേർഡ്സ്, നമ്മൾ ബാക്കിലേക്ക് പുള്ളി ചെയ്യുന്നു ട്രിഗറിനെ. അതേപോലെ ഹാമർ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്കൂടെ ഒരു സ്പ്രിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ട്രിഗർ നമ്മൾ പുള്ളി ചെയ്യുന്നതിനനുസരിച്ച് ഒരു ലീവർ അറേഞ്ച്മെന്റ് വഴി ഈ ഹാമറിനെ തിരിച്ചങ്ങോട്ടേക്ക് പ്രസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം അതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആണ്. നമ്മൾ ബാക്കിലേക്ക് ട്രിഗർ പുള്ളി ചെയ്യുന്ന സമയത്ത് ഈ ഹാമർ ഫ്രണ്ടിലേക്ക് പ്രസ് ആവുന്നു. ഈ ഹാമർ ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഫയറിംഗ് പിൻ ഉണ്ട്. ഓക്കെ, ഒരു നീളത്തിലുള്ള ഒരു ചെറിയൊരു ഫയറിംഗ് പിൻ ഉണ്ട് ഇവിടെ. സോ ഈ ഒരു ഫയറിംഗ് പിന്ന് ഈ കാട്രിജിന്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ബേസിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഈ കാട്രിജ് എന്ത് ചെയ്യുന്നു, ഫയറിംഗ് പിന്നിന്റെ ഈ ഫയറിംഗ് പിന്ന് കാട്രിജിന്റെ ബേസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്പാർക്ക് അതിനകത്തുള്ള ഗൺ പൗഡറിനെ ഇഗ്നൈറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞു ട്രിഗർ ബാക്കിലേക്ക് പുള്ളി ചെയ്യുന്നു, ഹാമർ വന്ന് ഫയറിംഗ് പിന്നിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഫയറിംഗ് പിന്നെ ഇൻടേൺ എന്തിന്, കാട്രിജ് കേസിന്റെ ബാക്കിന്റെ അല്ലെങ്കിൽ ബേസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പൊ ആ സ്ട്രൈക്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് വഴി ഉണ്ടായ സ്പാർക്ക്, ഓക്കെ, അത് സ്ട്രൈക്ക് ചെയ്യുന്നത് ഒരു പ്രൈമർ കപ്പിലാണ്, ഞാൻ പറയാം. അപ്പൊ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ സ്പാർക്ക് ആണ് ഈ പറഞ്ഞ ഗൺ പൗഡറിനെ ഇഗ്നൈറ്റ് ചെയ്യും, അവിടെ ഒരു കമ്പഷൻ പ്രോസസ്സ് രൂപീകരിക്കുകയും ചെയ്യുന്നത്. കമ്പഷൻ പ്രോസസ്സ് എന്തിനാ രൂപീകരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ഒരു എനർജി ഉണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ ഈ ബുള്ളറ്റ് ഈ പറഞ്ഞ ബാരലിന്റെ പുറത്തേക്ക് പോകുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഈ ഒരു പെർട്ടിക്കുലർ കമ്പഷൻ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ഹൈ വെലോസിറ്റി ഗ്യാസസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ബുള്ളറ്റിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോ ട്രിഗർ പുള്ള് വഴി ഹാമർ പ്രസ്സായി ഫയറിംഗ് പിന്ന് വന്നു, ഇത് കാട്രിജ് കേസിന്റെ ബാക്കിൽ സ്ട്രൈക്ക് ചെയ്തു, അതുവഴി സ്പാർക്ക് ഉണ്ടായി, അങ്ങനെ ഒരു കമ്പഷൻ പ്രോസസ്സ് ഉണ്ടായി അല്ലെ. കമ്പഷൻ പ്രോസസ്സ് വഴി ഉണ്ടായ ഹൈ വെലോസിറ്റി ഗ്യാസസ് എന്ത് ചെയ്തു, ഈ ബുള്ളറ്റിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്തു. ഓക്കെ,
പുറത്തേക്ക് എക്സ്പെൽ ചെയ്തു. അപ്പൊ ഇത് ഈ പോകുന്ന ഈ ഒരു പാത്ത് ഈ ചേംബറിൽ നിന്നും ചേംബറിൽ നിന്ന് ഈ ഒരു ചേംബറിൽ മാത്രമാണ് എന്താ പറയാ ചേംബർ വരെയാണ് കാട്രിഡ്ജ് കേസിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. കാട്രിഡ്ജ് കേസിനെ കാട്രിഡ്ജ് കേസിൽ നിന്നും അത് വീവ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ബുള്ളറ്റ് മാത്രമാണ് നോക്കി വെക്കുക. മൊത്തം കാട്രിഡ്ജും ഇതിനകത്ത് കൂടെ പോവില്ല. നമ്മൾ ചേംബറിൽ വെച്ച് കാട്രിഡ്ജ് സ്റ്റക്ക് ആവും. പക്ഷെ കാരണം ചേംബറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാരൽ ഡയമീറ്ററിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. സോ ഈ ഒരു ചെറിയ ഡയമീറ്ററിലേക്ക് പോകാൻ മാത്രമുള്ള സൈസിലായിരിക്കും ഈ ബുള്ളറ്റ് ഉണ്ടാവുക. കാട്രിഡ്ജ് കേസ് ഈ പറഞ്ഞ ഒരു കേസിംഗ് ഒരു യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കേസിംഗിന്റെ വലിപ്പം എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്. സോ അത് അവിടെ സ്റ്റക്കായി നിൽക്കും. ഈ ഒരു സ്റ്റക്കായി നിൽക്കുന്ന പോർഷൻ അതാണ് നമ്മുടെ കാട്രിഡ്ജ് കേസ് എന്ന് പറയുന്നത്. സോ അതവിടെ ചേംബറിൽ തന്നെ ഉണ്ടാവും. ഈ ഒരു ബുള്ളറ്റ് ആയിരിക്കും നമ്മുടെ ബാരലിന്റെ അകത്ത് കൂടെ പാസ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ദ ബാരൽ. ബാരൽ എന്ന് പറയുന്നത് ഒരു ഹോളോ സിലിണ്ട്രിക്കൽ പോർഷൻ ആണ്. ഈ ഹോളോ സിലിണ്ട്രിക്കൽ പോർഷന്റെ ഇന്റീരിയർ ഇന്റീരിയർ ഓഫ് ദ ബാരലിനെ നമ്മൾ പറയുന്ന പേരാണ് ബോർ, BORE, ബോർ. സോ ഇന്റേണൽ പാർട്ട് ഓഫ് ദ ഹോളോ അല്ലെങ്കിൽ ഇന്റേണൽ ഹോളോ സിലിണ്ടർ പാർട്ട് ഓഫ് ദ ബാരലിനെ നമ്മൾ എന്ത് പറയാം? ബോർ എന്ന് പറയാം. ഓക്കെ, ബാരൽ എന്താണ്? ബാരൽ എന്ന് പറയുന്നത് ഒരു ഹോളോ സിലിണ്ട്രിക്കൽ പോർഷൻ ആണ്. ആ ഹോളോ സിലിണ്ട്രിക്കൽ പോർഷനിലൂടെയാണ് ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്ന പോർഷനെ നമ്മൾ ആ സിലിണ്ട്രിക്കൽ പോർഷനെ ബാരൽ എന്ന് പറയുന്നു. ആ ഇന്റീരിയർ പോർഷനെ നമ്മൾ ബോർ എന്ന് പറയുന്നു, BORE, ബോർ എന്ന് പറയുന്നു. വിച്ച് ഇസ് ഓൾസോ കോൾഡ് ഇന്റേണൽ ഡയമീറ്റർ എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ ഓക്കെ ആൻഡ് ഓക്കെ, അപ്പൊ ഇത്രയും പാർട്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ എൻഡ് അല്ലെ, ഇതിന്റെ ഏറ്റവും ഫ്രണ്ട് എൻഡ്, ഈ ഗണ്ണിന്റെ ഫ്രണ്ട് എൻഡിനെ നമ്മൾ എന്ത് പറയാ? മസിൽ. ഓക്കെ, മസിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രണ്ട് എൻഡ് ഓഫ് ദി ബാരൽ. അപ്പൊ ഗണ്ണിന്റെ ഫ്രണ്ട് എൻഡുമായിട്ടും ബാരലിന്റെ ഫ്രണ്ട് എൻഡുമായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പാർട്ടാണ് മസിൽ. ഇറ്റ്സ് ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദ ബാരൽ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഓഫ് ദ ഫയർ ആം. അപ്പൊ അതാണ് മസിൽ എൻഡ് എന്ന് പറയുന്നത്. മസിൽ ഞാൻ പറഞ്ഞു ഇന്റേണൽ ബാലിസ്റ്റിക്സ് മസിൽ എൻഡ് വരെയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മസിൽ എൻഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു എൻഡ് കഴിഞ്ഞു വരുന്ന എല്ലാ പോർഷനും നമ്മൾ എന്ത് പറയുന്നു പറഞ്ഞു? എക്സ്റ്റേണൽ ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത് പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്റേണൽ ബാലിസ്റ്റിക്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സ്റ്റേണൽ ബാലിസ്റ്റിക്സ് വരാം. അപ്പൊ ഇന്റേണൽ ബാലിസ്റ്റിക്സിന്റെ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ പാർട്സ്, അപ്പൊ ഇത് മാത്രമല്ല ഒരുപാട് പാർട്സ് ഇനിയും ഉണ്ട്. ബേസിക് ആയിട്ട് ഇത് മാത്രമാണ് ഇതിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ തരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് പാർട്സ് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഒരു മാഗസിൻ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ കാട്രിഡ്ജ് കേസുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ കാട്രിഡ്ജ് കേസുകളോട് കൂടിയിട്ടുള്ള കണ്ടെയ്നർ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നേരത്തെ ഞാൻ കാണിച്ച സ്ലൈഡ് മെക്കാനിസം ആണ് ഇതിവിടെ ഈ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു മാഗസിനിൽ നിന്നും ഒരു കാട്രിഡ്ജിനെ അതിന്റെ ചേംബർ എന്ന് പറയുന്ന ഒരു സീറ്റിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പൊ ഈ സ്ലൈഡിനെ നമ്മൾ ബാക്കിലേക്ക് പുള്ള് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെ തിരിച്ച് പുഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആക്ഷൻ വഴി എന്ത് സംഭവിക്കുന്നു? ഈ ഒരു മാഗസിനിൽ നിന്നും ഈ കാട്രിഡ്ജ് ഒരു പെർട്ടിക്കുലർ കാട്രിഡ്ജ് നേരെ ചേംബറിൽ വന്ന് സീറ്റഡ് ആകുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ട്രിഗർ ബാക്കിലേക്ക് പുള്ള് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹാമർ റിലീസായി ഫയറിംഗ് പിന്നിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഹാമർ ഫയറിംഗ് പിന്നിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ആ സമയം ഫയറിംഗ് പിന്ന് നേരെ പോയി ഏതിൽ സ്ട്രൈക്ക് ചെയ്യുന്നു? കാട്രിഡ്ജ് കേസിന്റെ ബേസിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു ഇഗ്നീഷൻ പ്രോസസ് ഉണ്ടാവുന്നു, കമ്പഷൻ ഉണ്ടാവുന്നു, ഹൈ വെലോസിറ്റി ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹൈ വെലോസിറ്റി ഗ്യാസസ് എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയി കിടക്കുന്ന ഈ ബുള്ളറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ബുള്ളറ്റ് മാത്രം എന്ത് ചെയ്യുന്നു? ബാരലിലൂടെ പുറത്തേക്ക് പോകുന്നു. ശ്രദ്ധിക്കണം, ബുള്ളറ്റ് മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ. കാട്രിഡ്ജ് ഒന്നടക്കമല്ല. കാട്രിഡ്ജ് കേസ് അതിനകത്ത് തന്നെ ഇരിക്കും. അതിനകത്തുള്ള ബുള്ളറ്റ് മാത്രം പുറത്തേക്ക് പോകുന്നു. അത് സെപ്പറേറ്റ് ആയി പുറത്തേക്ക് പോകുന്നു. ആ പുറത്തേക്ക് പോകുന്ന ആ ഒരു എൻറ്റയർ പോർഷനെ, ഈ ഒരു ചേംബറിന്റെ ഭാഗം മുതൽ ഈ ഒരു പോർഷനെ നമ്മൾ എന്ത് പറയുന്നു? ബാരൽ എന്ന് പറയുന്നു. ബാരലിന്റെ ഇന്റേണൽ പോർഷനെയാണ് നമ്മൾ BORE, ബോർ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും എൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് മസിൽ എൻഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ പാർട്സ്, ഒരു ഗണ്ണിന്റെ പാർട്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാട്രിഡ്ജ് നമ്മൾ ഈ പറഞ്ഞ മാഗസിനിൽ നിന്നും ഒരു കാട്രിഡ്ജ് നമ്മൾ ചേംബറിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ആ കാട്രിഡ്ജിന്റെ അനാട്ടമിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ കാട്രിഡ്ജ് അടങ്ങുന്ന ഈ ഒരു ഹോൾ ഒരു സിസ്റ്റത്തിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? അമ്യൂണിഷൻ. അപ്പോ അമ്യൂണിഷന്റെ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഇസ് ദ കംപ്ലീറ്റ് കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ എ ഫയർ ആം ടു ഡിസ്ചാർജ് പ്രൊജക്ടൈൽ. ഇറ്റ്സ് എ കംപ്ലീറ്റ് കോമ്പിനേഷൻ. അതായത് എന്തൊക്കെ കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണോ ഈ പറഞ്ഞ പ്രൊജക്ടൈലിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്,
അതിന്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പാർട്സിനെ നമുക്ക് എന്ത് പറയാം? അമ്യൂണിഷൻ എന്ന് പറയാം. സോ അമ്യൂണിഷൻ എന്തൊക്കെ വരും? ഈ പറഞ്ഞ കാട്രിഡ്ജ് വരും, കാട്രിഡ്ജ് കേസ് വരും, പ്രൊജക്ടൈല് വരും, ഇതിനകത്തുള്ള ഗൺ പൗഡർ വരും, അതുപോലെ പ്രൈമർ വരും. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, പ്രൈമർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ പ്രൈമർ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, പ്രൈമർ ഒരു തരം കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, ഒരു പ്രൈമറി എക്സ്പ്ലോസീവ് ആണ്. അപ്പോൾ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഫയറിംഗ് പിൻ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റില് ഈ പ്രൈമറി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പ്രൈമർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അവിടെ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യും. ആ സ്പാർക്കാണ് ഇവിടെ കാണുന്ന ഗൺ പൗഡർ. ഓക്കെ, ഗൺ പൗഡറും ഒരു എക്സ്പ്ലോസീവ് തന്നെയാണ്. സോ പക്ഷെ അത് കൺട്രോൾഡ് ഡീഫ്ലഗ്രേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഡിറ്റോണേഷൻ അല്ല, ഡീഫ്ലഗ്രേഷൻ ആണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ എക്സ്പ്ലോസീവിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഡീഫ്ലഗ്രേഷനും ഡിറ്റോണേഷനും ഒക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ കൺട്രോൾഡ് കമ്പഷൻ അതാണ് അവിടെ സംഭവിക്കുന്നത്. എക്സ്പ്ലോഷൻ അല്ല, നേരെ മറിച്ച് കൺട്രോൾഡ് കമ്പഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. സോ ഒരു ഡീഫ്ലഗ്രേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ഗൺ പൗഡർ അവിടെ ബേൺ അതിൽ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ കമ്പഷൻ വഴി ഉണ്ടാകുന്ന ഹൈ വെലോസിറ്റി ഗ്യാസസ് ആണ് ഈ പറഞ്ഞ പ്രൊജക്ടൈലിനെ മുന്നോട്ട് പുഷ് ചെയ്യാൻ സഹായിക്കുന്നത്. എവിടെ വരെ? മസിലെൻഡ് കടന്ന് ടാർഗറ്റ് എത്തുന്നത് വരെയും ഈ ഗ്യാസ് കൊടുത്ത വെലോസിറ്റി, ഈ പ്രൊജക്ടൈലിന് കൊടുത്ത വെലോസിറ്റിയാണ് ഇതിനെ ടാർഗറ്റ് വരെ എത്താൻ സഹായിക്കുന്നത്. അപ്പൊ അത്രയും ഹൈ വെലോസിറ്റി ഓഫ് ഗ്യാസസ് ആണ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് തരം കാറ്ററിജുകൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഫയർ ആംസിൽ അല്ലെങ്കിൽ ഗണ്ണുകളിൽ യൂസ് ചെയ്യുന്ന രണ്ട് കാറ്ററിജസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് റൈഫിളിൽ യൂസ് ചെയ്യുന്നതാണ്, മറ്റേത് രണ്ടാമത്തത് ഷോർട്ട് ഗണ്ണിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഷോർട്ട് ഗൺ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ഈ പറഞ്ഞ എന്താ പറയാ, വേട്ടയ്ക്കൊക്കെ പോയിരുന്നവർ യൂസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ഗണ്ണാണ് ഈ പറഞ്ഞ ഷോർട്ട് ഗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ചെറിയ ചെറിയ പെല്ലറ്റുകളാണ് ഉണ്ടാവുക. ഇതുപോലെ പെല്ലറ്റ് എന്ന് പറയുന്നത് ഈ കുഞ്ഞു നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ചെറിയ ചെറിയ ബോൾ പോലത്തെ കുറച്ച് അമ്യൂണിഷൻസ്. അപ്പൊ ഇവിടെ ബുള്ളറ്റിന് പകരം പെല്ലറ്റുകളാണ് പ്രൊജക്ടൈൽ. ഓക്കെ, പ്രൊജക്ടൈൽ ഞാൻ പറഞ്ഞു എന്തൊരു സാധനവും നമ്മൾ എനർജി യൂസ് ചെയ്ത് ലോഞ്ച് ചെയ്യുന്ന ഏതൊരു സാധനവും നമ്മൾ പ്രൊജക്ടൈലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ഈ ബുള്ളറ്റ് ആണ്. ഇവിടെ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് എന്താണ്? ഈ പെല്ലറ്റ് ആണ്. പെല്ലറ്റ്, PELLET. അതാണ് പെല്ലറ്റ്. ഇപ്പൊ പെല്ലറ്റ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ബോൾ ലൈക്ക് അമ്യൂണിഷൻസ് ആണ് ഇവിടെ നമ്മൾ പ്രൊജക്ടൈലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്ടൈലിനെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടൈൽ എന്ന് പറയുന്ന ബുള്ളറ്റിനെ എക്സ്പെൽ ചെയ്യുന്നു, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് ബോൾ അമ്യൂണിഷൻ എക്സ്പെൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാറ്ററിജിന്റെയും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. Okay. പിന്നെ എക്സ്ട്രാ വരുന്ന ഒരു പാർട്ടാണ് ഈ വാഡ് എന്ന് പറയുന്നത്. വാഡ് ഒരു ടൈപ്പ് ഓഫ് കുഷ്യൻ ആണ്. ഇത്രയും ബോൾ അമ്യൂണിഷൻസ് ആയതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആയിട്ട് പാക്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ ആണ് വാഡ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, വാഡ് പലപ്പോഴും പല കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് വാഡ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാഡിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ബേസിക് ആയിട്ട് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് ഈ വാഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കുഷ്യൻ. ഓക്കെ, ഇറ്റ്സ് എ കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ കുഷ്യൻ ലൈക്ക് അറേഞ്ച്മെന്റ്. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു പെർട്ടിക്കുലർ ബോൾ ലൈക്ക് അമ്യൂണിഷൻസിനെയും ഈ ഗൺ പൗഡറും തമ്മിലുള്ള സെപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യാനും അതേപോലെ തന്നെ അത് കോമ്പാക്ട് അല്ലെങ്കിൽ കോമ്പാക്ട് പാക്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പ്രോപ്പർ പാക്കിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ പ്രോപ്പർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ വാഡ് എന്ന് പറയുന്ന അറേഞ്ച്മെന്റ്, ഒരു കുഷ്യൻ ലൈക്ക് അറേഞ്ച്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞു പ്രൈമർ എന്ന് പറയുന്നത് ഒരു പ്രൈമറി എക്സ്പ്ലോസീവ് ആണെന്ന് പറഞ്ഞു. ആ പ്രൈമറി എക്സ്പ്ലോസീവ് ഈ പറഞ്ഞ ഗൺ പൗഡറിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഗൺ പൗഡർ ഇഗ്നൈറ്റ് ചെയ്തു, ഗൺ പൗഡർ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്തു, ഹൈ വെലോസിറ്റി ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒരു കാറ്ററിജ് കേസിൽ നിന്നും സെപ്പറേറ്റ് ആയി പ്രൊജക്ടൈല് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു റൈഫിൾഡ് അമ്യൂണിഷനും ഇതൊരു ഷോർട്ട് ഗൺ അമ്യൂണിഷനും ആണെന്ന് മനസ്സിലായി. ഇത് ഹോൾ അറേഞ്ച്മെന്റിനെ നമ്മൾ കാറ്ററിജ് എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് അമ്യൂണിഷൻ ഇൻ കോമ്പിനേഷൻ. എല്ലാം കൂടെയുള്ള അമ്യൂണിഷൻ എന്ന് പറയുന്നത് ഇതാണ്. കാറ്ററിജ് എന്ന് നമ്മൾ അതിനെ മൊത്തത്തിലുള്ള ആ ഒരു പാർട്ടിനെ കാറ്ററിജ് എന്ന് വിളിക്കുന്നു. ഇതിലുള്ള ഓരോ പാർട്ടും അമ്യൂണിഷൻ ആണ്. പ്രൊജക്ടൈൽ ഒരു അമ്യൂണിഷൻ ആണ്, ഗൺ പൗഡർ ഒരു അമ്യൂണിഷൻ ആണ്, പ്രൈമർ ഒരു അമ്യൂണിഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോ അമ്യൂണിഷൻ എന്ന് പറയുന്നത് ഈ മൊത്തം കാറ്ററിജിന് മാത്രമല്ല, അതിലുള്ള ഇൻഡിവിജ്വൽ കോമ്പണൻസിനെ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ കംപ്ലീറ്റ് കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്തുള്ള ഓരോ കോമ്പിനേഷനും ഓരോ പാർട്ടും അമ്യൂണിഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഫയറിംഗ് പ്രോസസ്സിനെ ഒന്നുകൂടെ വിഷ്വലൈസ് ചെയ്തത് മാത്രം ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫയറിംഗ് പിന്ന് ഇതേപോലെയാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുക. ഫയറിംഗ് പിന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ട്രിഗർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹാമർ വന്ന് സ്ട്രൈക്ക് ചെയ്ത് ഫയറിംഗ് പിന്നിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഫയറിംഗ് പിന്ന് നേരെ വന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞു? ഈ പറഞ്ഞ കാറ്ററിജ് കേസിന്റെ ബാക്കിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. കാറ്ററിജ് കേസിന്റെ ഈ ബേസിൽ ഞാൻ നേരത്തെ കാണിച്ച ഇതൊരു സ്ട്രെയിറ്റ് ഫിഗർ ആണ്. ഞാനതിനെ
ഇൻവേർട്ടഡ് ഫിഗർ ആയിട്ട് കൊടുത്തു എന്ന് മാത്രം, ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തു. നമ്മൾ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആണ് കണ്ടത്. ഈ വെർട്ടിക്കലി ഉള്ള ഈ സാധനത്തിന്റെ ഇവിടെയാണ് നമ്മൾ പ്രൈമർ, അതാണ് ഇതിന്റെ ബേസ് അല്ലേ, ഇവിടെയാണ് നമ്മൾ അതിന്റെ പ്രൈമർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഈ പ്രൈമർ കപ്പിൽ വന്നിട്ട് അത് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പൊ എന്തായി, ഈ ഇഗ്നീഷൻ വഴി ഈ ഒരു ഇമ്പാക്ട് വഴി അവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെയുള്ള ഗൺ പൗഡർ മൊത്തത്തിൽ ബേൺ ചെയ്ത് ഹൈ വെലോസിറ്റി ഹൈ പ്രഷർ ഗ്യാസസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഹൈ പ്രഷർ ഗ്യാസസ് ഇത് ഉണ്ടോ, കാറ്ററിസ്റ്റ് കേസിൽ നിന്നും എന്ത് സംഭവിച്ചു, ഇത് ഡിറ്റാച്ച് ആയി. ഈ ഒരു പെർട്ടിക്കുലർ ബാലിസ്റ്റിക് പ്രൊജക്ടൈൽ അവിടെ ഡിറ്റാച്ച്ഡ് ആയി. ഇപ്പൊ ഹൈ പ്രഷർ ഗ്യാസസ് പ്രൊപ്പൽ ദ ബുള്ളറ്റ് ഫോർവേഡ്. ഓക്കെ, ഇതിനി ബാരലിൽ നിന്നും പുഷ് ചെയ്ത് പുറത്തേക്ക് കടന്നിട്ട് മാത്രമല്ല, ഇതിൽ ഈ ഒരു പുഷ് കാരണം ഉണ്ടാവുന്ന അതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ബുള്ളറ്റ് അച്ചീവ് ചെയ്ത വെലോസിറ്റി ആണ് അതിനെ ടാർഗറ്റ് വരെയും എത്തിക്കുന്നത്. ഗ്യാസസ് അല്ല എത്തിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഗ്യാസസ് ജസ്റ്റ് ബാരലിന്റെ അകത്തുനിന്ന് ഇതിനെ പുറത്തേക്ക് പ്രൊപ്പൽ ചെയ്യാൻ മാത്രമാണ്. അതിന് ആ ഒരു പ്രൊപ്പൽഷൻ വഴി കിട്ടിയ, അല്ലെങ്കിൽ ആ ലോഞ്ചിങ് ഇഫക്റ്റ് വഴി കിട്ടിയ ആ ഒരു വെലോസിറ്റി ക്യാരി ചെയ്തിട്ടാണ് ഇത് ടാർഗറ്റ് എത്തുന്നത് വരെയും ആ ഒരു വെലോസിറ്റി സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. കുറെ വെലോസിറ്റി ഒക്കെ ലോസ്റ്റ് ആവും, കുറെ എനർജി ഹീറ്റ് വഴിയും ബാക്കിയുള്ള എയർ റെസിസ്റ്റൻസ് വഴിയൊക്കെ ഒരുപാട് എനർജി ഒക്കെ ലോസ് ആയി പോകുന്നുണ്ട്. എന്നാലും എഫക്റ്റീവ്ലി നമുക്കൊരു ഹൈ വെലോസിറ്റി അവിടെ അറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നത് ഹൈ വെലോസിറ്റി ഗ്യാസസ് ആണ്. സോ ദിസ് ഇസ് ദ ഫയറിംഗ് പ്രോസസ്, അല്ലെങ്കിൽ ഈ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ്. ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പിസ്റ്റൾ ആയിരുന്നു അല്ലെ. പിസ്റ്റൾ എന്ന് പറയുന്നത് ചെറിയൊരു ഗണ്ണാണ്, ചെറിയൊരു ഹാൻഡ് ഗണ്ണാണ്. അപ്പോ ഹാൻഡിൽ ഒതുങ്ങുന്ന ഹാൻഡ് ഗൺസ് അല്ലാതെ കുറച്ചുകൂടെ വലിയ വെപ്പൺസിലേക്ക് വരുമ്പോൾ ഷോൾഡർ ഹെൽഡ് വെപ്പൺസ് എന്ന് പറയും. അതായത് ഷോൾഡറിൽ സപ്പോർട്ട് ചെയ്ത് ഫയർ ചെയ്യുന്ന വെപ്പൺസ് ആണ് ഷോൾഡർ ഹെൽഡ് വെപ്പൺസ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഷോൾഡർ ഹെൽഡ് വെപ്പണിന്റെ കുറച്ച് പാർട്സ് ആണ് ഞാനിവിടെ അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മാഗസിനിൽ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ട മാഗസിൻ എവിടെയായിരുന്നു, നമ്മുടെ വെപ്പണിന്റെ ഗ്രിപ്പിലായിരുന്നു അല്ലെ. നമ്മൾ പിസ്റ്റൾ എന്ന് പറഞ്ഞാൽ ആ പിസ്റ്റളുടെ ഗ്രിപ്പിലായിരുന്നു, ഗ്രിപ്പ് ചെയ്ത് നമ്മൾ പിടിക്കുന്ന ആ പോർഷനിലായിരുന്നു മാഗസിൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പോർഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്താണത്, ഇവിടെ മാഗസിൻ എന്ന് പറയുന്നത് ഇതൊരു ഓൾഡർ ടൈപ്പ് ഓഫ് റൈഫിൾ ആണ്. ഷോർട്ട് ഗൺ, ആക്ച്വലി ഇതൊരു ഷോർട്ട് ഗൺ എന്നും പറയാം. അപ്പോ ഇതിന്റെ ബേസിലാണ് കണ്ടോ, ഇവിടെ ഒരു ബേസ് പാർട്ടിലാണ് ഇവിടെ മാഗസിൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പല ഗണ്ണിലും പല പൊസിഷനിലായിരിക്കും മാഗസിൻ. നേരത്തെ നമ്മൾ കണ്ട പോലെ ഇൻവേർട്ടഡ് പൊസിഷൻ തന്നെ ആയിരിക്കണം എന്നില്ല, ഇതുപോലെ ഹൊറിസോണ്ടൽ മാഗസിൻസും ഉണ്ട്. അപ്പോൾ ഗണ്ണിന്റെ ടൈപ്പ് അനുസരിച്ച്, മോഡൽ അനുസരിച്ച്, മേക്ക് അനുസരിച്ചൊക്കെ ഇതിന് പല പല ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ താഴെ ഹൊറിസോണ്ടലി ആണ് ഇവിടെ മാഗസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു സ്ലൈഡിന്റെ മോഷൻ വഴിയാണ് നമ്മൾ ഈ മാഗസിനിൽ നിന്നും കാട്രിഡ്ജിനെ ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാട്രിഡ്ജ് കേസിനെ മാഗസിനിൽ നിന്നും ലോഡ് ചെയ്യുന്നത് സ്ലൈഡ് മോഷൻ അല്ല, നേരെ മറിച്ച് ഒരു ബോൾട്ട് എന്ന് പറയുന്ന ഒരു ഹാൻഡിലിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, ഇതൊരു ബോൾട്ട്, ഈ ഒരു ബോൾട്ടിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ബോൾട്ട് ബാക്കിലേക്കും മുമ്പിലേക്കും ഫോർവേഡ് മോഷനും ബാക്ക്വേർഡ് മോഷനും ചെയ്യുന്ന സമയത്താണ് മാഗസിനിൽ നിന്നും കാട്രിഡ്ജ് കേസ് ഇവിടെ ചേംബറിലേക്ക് ഇൻസേർട്ട് ആവുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ആ ഫിഗർ വെച്ച് കാണിച്ചു തരാം. നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സ്ലൈഡിങ് ആക്ഷൻ വഴിയാണ് ഈ സ്ലൈഡ് ബാക്കിലേക്ക് പ്രസ് ചെയ്യും, അല്ലെങ്കിൽ പുള്ള് ചെയ്ത് മുമ്പിലേക്ക് ഫോർവേഡ് മോഷൻ പോകുന്ന സമയത്താണ് ഈ ഒരു മാഗസിനിൽ നിന്നും കാട്രിഡ്ജ് കേസ് ചേംബറിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മോഷൻ ഉണ്ടാക്കുന്നത് ആരാണ്, നമ്മുടെ ബോൾട്ട് ആണ്. ബോൾട്ട് ഹാൻഡിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ബാക്കിലേക്ക് വലിക്കുന്ന സമയത്ത് മാഗസിനിൽ നിന്നും ഈ പറഞ്ഞ കാട്രിഡ്ജ് കേസ് ഈ ചേംബറിൽ വന്ന് സീറ്റഡ് ആവും. ബാക്കിലേക്ക് വലിച്ച് ഫോർവേഡ് മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് മാഗസിനിൽ നിന്നും ചേംബറിലേക്ക് എന്താവും, കാട്രിഡ്ജ് കേസ് വന്ന് സീറ്റഡ് ആവും. സോ അതാണ് ഇവിടുത്തെ ലോഡിംഗ് പ്രോസസ്സിന് സഹായിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ലോഡിങ്ങിന് സഹായിക്കുന്നത് എന്താണ്, ഇവിടുത്തെ ബോൾട്ട് ആണ്. ഓക്കെ, അപ്പോ ഇത് ഡിഫറെന്റ്, ഇന്ന് ഈ ലോഡിംഗ് പ്രോസസ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ബോൾട്ട് ആക്ഷൻ ആണ്, നമ്മൾ ആക്ഷൻ എന്നാണ് പറയുക. എന്ത് മെക്കാനിസം വഴിയാണോ നമ്മൾ ഈ ലോഡിംഗ് നടത്തുന്നത് അതിന് നമ്മൾ ആക്ഷൻ എന്നാണ് പറയുക. അപ്പൊ ഇവിടെ അത് ബോൾട്ട് ആക്ഷൻ ആണ്. ഇനിയും ഒരുപാട് ടൈപ്പ് ഓഫ് ഗൺസ് വരുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് പഠിക്കാൻ എളുപ്പം ഒരു ബോൾട്ട് ആക്ഷൻ ഗണ്ണിൽ നിന്നാണ്. സോ അതുകൊണ്ടാണ് നമ്മളിത് എടുത്തത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോഡിംഗ് മെക്കാനിസത്തിനെ സഹായിക്കുന്ന ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ മെക്കാനിക്കൽ പാർട്സിനെ ഒന്നടക്കം നമുക്ക് ആക്ഷൻ എന്ന് പറയാം. സോ ബോൾട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ ബോൾട്ടിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞ മാഗസിനിൽ നിന്നും ചേംബറിലേക്ക് കാട്രിഡ്ജ് കേസ് കൊണ്ടുവരുന്നത്. സോ ദാറ്റ് ഈസ് ബോൾട്ട് ആക്ഷൻ ഗൺ, അല്ലെങ്കിൽ ബോൾട്ട് ആക്ഷൻ ഷോർട്ട് ഗൺ ഉണ്ട്, ബോൾട്ട് ആക്ഷൻ റൈഫിൾസ് ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ പിന്നെ ഉള്ളതാണ് സ്റ്റോക്ക്. അതായത് ഈ ഒരു എൻറ്റയർ പോർഷനെയാണ് നമ്മൾ ഈ
ബാക്ക് പോർഷൻ മൊത്തത്തിൽ വിളിക്കുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റോക്കാണ് ഈ ഷോൾഡറിലേക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്റ്റോക്കാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ സ്റ്റോക്കിന്റെ ഏറ്റവും അറ്റത്തുള്ള പോർഷനെ നമ്മൾക്ക് ബട്ട് എന്ന് പറയാം, ബട്ട് ഓഫ് ദ ഫയർ ആം. ഓക്കെ, ഈ ബട്ട് ആണ് ഷോൾഡറിലേക്ക് കുറച്ചുകൂടെ ചേർത്ത് വെക്കുന്നത്. നമ്മൾ ബട്ടിൽ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ തന്നെ വേറെയും കുറെ പോർഷൻസ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രമേ ബട്ട് മാത്രമേ ഇപ്പൊ ഞാൻ അതിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ. മൊത്തത്തിൽ നമ്മൾ ഇതിനെ സ്റ്റോക്ക് എന്ന് പറയുന്നു. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് പോർഷന് നമ്മൾ ഷോൾഡറിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ ബട്ട് എന്ന് പറയുന്നു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഫ്രണ്ട് എൻഡിനെ നമ്മൾ മസിൽ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ എന്താണല്ലേ, ഇതിനെ നേരത്തെ കാണിച്ച പോലെ തന്നെ ട്രിഗർ ഉണ്ട്. ട്രിഗർ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ട്രിഗർ ഗാർഡ് ഉണ്ട്. ഓക്കെ, ദെൻ സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ കാണിച്ച പോലെ ബാരൽ ഉണ്ട്. സൈറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് സൈറ്റും റിയർ സൈറ്റും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഫ്രണ്ട് സൈറ്റ് റിയർ സൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ടാർഗറ്റ് കുറച്ചുകൂടെ എയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈറ്റ് വഴി എയിം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫയർ ചെയ്യുന്നത്. അപ്പൊ എയിമിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ സൈറ്റ് അല്ലെങ്കിൽ ടാർഗറ്റിലേക്കുള്ള എയിം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട് സൈറ്റും റയർ സൈറ്റും. അത് നമ്മുടെ നമ്മുടെ ഐയുടെ ലെവൽ അനുസരിച്ച് അതിന്റെ മെഷർമെന്റ്സ് മാറ്റാനുള്ള സെറ്റിംഗ്സ് ഒക്കെ ഉള്ള ഒരു ഡിവൈസ് ആണ് ഈ പറഞ്ഞ ഫ്രണ്ട് സൈറ്റും റയർ സൈറ്റും. ഓക്കെ, ഈ ഒരു സൈറ്റിൽ വഴി നോക്കിയിട്ടാണ് നമ്മൾ ടാർഗറ്റ് എയിം ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു കുറച്ചുകൂടെ ഷോൾഡർ ഹെൽഡ് ഫയർ ആമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഷോൾഡർ ഹെൽഡ് ഗണ്ണിലേക്ക് വരുമ്പോഴുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന മാഗസിനിലെ അറേഞ്ച്മെന്റിൽ വ്യത്യാസമുണ്ട്. ഇതേപോലെ ആയിരിക്കില്ല ഇനി അടുത്തത്. ഇനി ഇതുപോലത്തെ വേറെ വേറെ മോഡൽസ് വരുമ്പോൾ മാഗസിൻ ഇതുപോലെ ഹോറിസോണ്ടൽ ആവണം എന്നില്ല, വെർട്ടിക്കലും ആവാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് അറേഞ്ച്മെന്റ്സ് ഇതിന്റെ ഒരു ഫോം മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണത് ഡിഫറെന്റ് ആവുന്നത് എന്ന് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ റൈഫിൾസും ഷോർട്ട് ഗണ്ണും രണ്ട് ടൈപ്പ് ഓഫ് ഗണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ നേരത്തെ രണ്ട് തരം അമ്യൂണിഷൻ കാണിച്ചില്ല, രണ്ട് തരം കാട്രിഡ്ജ് കാണിച്ച സമയത്ത് ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് ഗൺ ഉണ്ട് എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് കാട്രിഡ്ജ് ഇവിടെ കാണിച്ചു. റൈഫിൾഡ് അമ്യൂണിഷൻ ആണ്, ഒന്ന് ഷോർട്ട് ഗൺ അമ്യൂണിഷൻ ആണെന്ന് പറഞ്ഞു. ഒന്നിൽ പെല്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഒന്നിൽ ബുള്ളറ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ഇത് എന്താണ് ഈ റൈഫിൾഡ് അമ്യൂണിഷൻ, എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ റൈഫിൾ അല്ലെങ്കിൽ എന്താണ് ഈ ഷോർട്ട് ഗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ ബാരലിലുള്ള പ്രത്യേകതയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ബാരലിന്റെ അകത്തുള്ള ഇന്റേണൽ പോർഷനെ നമ്മൾ എന്ത് പറയുന്നു പറഞ്ഞു, ബോർ, BORE, ബോർ എന്ന് പറയുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഇന്റേണൽ പോർഷൻ ആയിട്ടുള്ള ബോറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ് നമ്മൾ അത് റൈഫിൾ ആണോ ഷോർട്ട് ഗൺ ആണോ എന്നൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇന്റേണൽ പോർഷൻ സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ സ്മൂത്ത് ബോർ എന്ന് പറയും, അതിനെ ഷോർട്ട് ഗൺ എന്നും പറയാം. സ്മൂത്ത് ബാരൽഡ് ഗൺ അല്ലെങ്കിൽ സ്മൂത്ത് ബോർ ഗൺ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ ഷോർട്ട് ഗൺ എന്ന് പറയാം. ഷോർട്ട് ഗൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്മൂത്ത് ബോർ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഷോർട്ട് ഗൺ എന്ന് പറയാം. കാരണം പെല്ലറ്റ് ഫയർ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഈ പറഞ്ഞ റൈഫിൾ ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് പറയാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, റൈഫിളിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ഒരു ഡിഫറൻസ് പറയാം. അപ്പൊ റൈഫിളില് പ്രത്യേകത എന്താ വെച്ചാൽ ഇതുപോലത്തെ കുറച്ച് സ്പൈറൽ ലാൻസ് ആൻഡ് ഗ്രൂസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഇതിപ്പോ നമ്മൾ ബാരലിന്റെ അകത്ത് കൂടെ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഞാനിപ്പോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ബാരലിന്റെ അകത്തൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലാൻസ് ആൻഡ് ഗ്രൂസ് കാണാം. അതായത് കുറച്ച് റേസ്ഡ് പോർഷൻസും കുറച്ച് ഡിപ്രസ്ഡ് പോർഷൻസും കാണാം. അപ്പൊ ഈ റേസ് ചെയ്ത് നിൽക്കുന്ന ഈ പോർഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, ലാൻഡ് എന്ന് പറയാ. കരയും കടലും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ രണ്ട് ലാൻഡുകളുടെ ഇടയിൽ ഒരു ഗ്രൂവ്, ഒരു ഡിപ്രഷൻ. ഓക്കെ, ഇപ്പൊ രണ്ട് ലാൻഡ്സ് അല്ല, ഇതിനധികം ഒരു കുറച്ച് നമ്പർ ഓഫ് ലാൻഡുകളും നമ്പർ ഓഫ് ഗ്രൂവ്സും ഉണ്ടാവുന്നതാണ് റൈഫിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ലാൻഡ്സ് ആൻഡ് ഗ്രൂവ്സ്, സ്പൈറലി അറേഞ്ച്ഡ് ലാൻഡ്സ് ആൻഡ് ഗ്രൂവ്സ് ആണ് റൈഫിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റൈഫിളിംഗ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഹൈ വെലോസിറ്റി ഗ്യാസസ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊജക്ടൈലിനെ പുറത്തേക്ക് പുഷ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. ഈ പുറത്തേക്ക് പുഷ് ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടൈലില് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതിന്റെ വെലോസിറ്റി ഒക്കെ പതുക്കെ ഒന്ന് ഡൗൺ ആയി ഈ എയർ റെസിസ്റ്റൻസ് ഒക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് അതിന്റെ എയിം തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഈ എയിം കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കാൻ, ഈ ടാർഗറ്റിലേക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടൈൽ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ഇതിനെ സഹായിക്കുന്നതാണ് ഇതിന്റെ സ്പിന്നിങ് മോഷൻ. ഓക്കെ, നമ്മൾ ഈ എർത്തിന്റെ സ്പിന്നിങ് മോഷൻ പറയുന്നത് പോലെ തന്നെ ഇതിനും ഉണ്ട് റൊട്ടേഷനും റെവല്യൂഷനും ഒക്കെ ഈ പറഞ്ഞ പ്രൊജക്ടൈലിനുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ബാലിസ്റ്റിക്സ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പൊ ഇതിന്റെ ഇന്റേണൽ ബാലിസ്റ്റിക്സിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇതിന്റെ ഇന്റേണൽ ബാലിസ്റ്റിക്സിന്റെ കാര്യത്തിൽ പറയുമ്പോഴും ഈ റൈഫിളിംഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈഫിളിംഗ് എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ് ആയിട്ട് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ റൈഫിളിംഗ് എന്തിനാണെന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, നമ്മുടെ
ഈ പറഞ്ഞ പ്രൊജക്ടൈല് പുറത്തേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാനാണ്, അതിന്റെ ടാർഗറ്റ് അതിൽ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച എയിമിൽ തന്നെ ആക്യുറേറ്റ് ആയിട്ട് അത് വന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈഫിളിംഗ് കൊടുക്കുന്നത്. അതൊന്ന്. പിന്നെ ടു റെഡ്യൂസ് എയർ റെസിസ്റ്റൻസ്, അതായത് ഇത് ഈ എയറിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസ് കാരണം ഇതിന് ടംബ്ലിംഗ് മോഷൻ വരാം, ഇതിനൊരു ഒരു ഇളക്കവും കാര്യങ്ങളൊക്കെ വരാം, ഒരു ഡീവിയേഷൻ വരാം. സോ ആ പറഞ്ഞ എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഇത് സഹായിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് എയർ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് ചോദിച്ചാൽ, ഈ ഒരു പറഞ്ഞ സ്പിന്നിങ് മോഷൻ ഈ പറഞ്ഞ എയറിലൂടെ അത് പാസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എയറിനെ രണ്ട് ഭാഗത്തേക്കും പുഷ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ റൈഫിളിങ്ങും അതിനൊരു സ്പിന്നിങ് മോഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇൻഫെക്റ്റീവ്ലി അത് എന്ത് സംഭവിക്കും, എയർ റെസിസ്റ്റൻസ് അവിടെ കുറയ്ക്കാൻ സഹായിക്കും. കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് അത് സ്റ്റെബിലിറ്റി കൂട്ടാൻ സഹായിക്കും, എയർ റെസിസ്റ്റൻസ് കുറയ്ക്കും, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റിലേക്ക് അത് എത്താൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റൈഫിളിംഗ് വഴി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ റൈഫിൾ എന്ന് പറയുന്നത്. റൈഫിളിംഗ് ഉള്ള ഗണ്ണുകളെയാണ് നമ്മൾ റൈഫിൾസ് എന്ന് പറയുന്നത്. റൈഫിളിംഗ് ഉള്ള ഗണ്ണ് നമുക്ക് റൈഫിൾസ് ആണ്. റൈഫിളിംഗ് ഇല്ലാത്ത സ്മൂത്ത് ബോർ ആയിട്ടുള്ള ഗൺസിന് നമുക്ക് എന്ത് പറയാം, ഷോർട്ട് ഗൺ എന്ന് പറയാം. ഓക്കെ ഓക്കെ അപ്പോൾ ഈ റൈഫിളിംഗ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പോകാനാണ്. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ഹൈ കാലിബർ വെപ്പൺസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വാർ ഫീൽഡിലോ അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫീൽഡിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഹൈ ആക്യുറസി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ നിന്നും ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഹൈ ആക്യുറസി ഒക്കെ വേണ്ടി വരുന്നത് അല്ലേ. അപ്പോഴാണ് നമുക്ക് റൈഫിൾഡ് ആയിട്ടുള്ള ബോറും വേണ്ടി വരുന്നത്. കുറച്ചുകൂടെ നിയർ ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ആക്യുറസി വേണമെന്നില്ല. എന്നാലും ഇപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ഗൺസും ഇപ്പൊ റൈഫിളിംഗ് ഉള്ള ഗൺസ് ആണ്. നമുക്ക് ഫാക്ടറി മെയ്ഡ് ഗൺസ് എല്ലാം ഓൾമോസ്റ്റ് റൈഫിളിംഗ് ഉള്ളതാണ്. കുറച്ചുകൂടെ ആക്യുറേസി കൂട്ടാൻ വേണ്ടിയിട്ട് റൈഫിളിംഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ആണ് ഇപ്പൊ വരുന്നത്. നേരെ മറിച്ച് പണ്ട് ഹണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ സ്മൂത്ത് ബോർ വെപ്പൺസ് ആണ്. സ്മൂത്ത് ബോർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ച പെല്ലറ്റ് ആണ് അവിടുത്തെ അമ്യൂണിഷൻ. അപ്പൊ ഈ പെല്ലറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ റൊട്ടേറ്ററി മോഷൻ ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല പെല്ലറ്റ്സിന്. നേരെ മറിച്ച് അത് ഒരു ക്യാപ്സ്യൂള് പോലെ ആ ഒരു മസിൽ എൻഡ് വരെ പോയി ഈ മസിൽ എൻഡ് കഴിഞ്ഞതും, അതായത് ഈ ബാരലിന്റെ അറ്റം കഴിഞ്ഞതും ഈ പറഞ്ഞ ക്യാപ്സ്യൂള് പോലത്തെ ഒരു എൻവലപ്പ് അതിൽ നിന്നും ബ്രേക്ക് ആയി ഈ പെല്ലറ്റ് മൊത്തം ഷാറ്റർ ചെയ്ത് സ്കാറ്ററിംഗ് ആയിട്ട് പോകുന്നതാണ് നമുക്ക് ഷോർട്ട് ഗണ്ണിൽ കാണാൻ പറ്റുക. ഇതിൽ നമ്മൾ പറഞ്ഞ ഒരു സിംഗിൾ സോളിഡ് പ്രൊജക്ടൈൽ ആണ്. മറ്റേതിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബോൾസ്, കുറെ ബോൾ എമ്യൂണിഷൻസ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് നമ്മൾ നേരത്തെ കണ്ടേ. അപ്പൊ ആ ഒരു ബോൾസ് എല്ലാം കൂടെ പാക്ക് ചെയ്ത് വെച്ചൊരു എൻവലപ്പ് പോലത്തെ ഒരു സാധനം അത് ഈ പറഞ്ഞ ബാരലിന്റെ മസിൽ എൻഡ് വരെ ട്രാവൽ ചെയ്ത് മസിൽ എൻഡ് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞ ശേഷം അത് ബ്രേക്ക് ചെയ്യും. അതായത് ഈ ഒരു ഫിഗറിൽ കാണിച്ച പോലെ ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കാണിച്ച അതേ പ്രോസസ്സ് തന്നെ. ഫയറിംഗ് പിന്നെ ഇതുപോലെ നമ്മൾ ഈ ഒരു കാട്രിഡ്ജ് കേസിന്റെ ബേസിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, അവിടെ ഒരു കമ്പഷൻ പ്രോസസ് നടക്കുന്നു. ഇത് വാഡ് ആണ് കേട്ടോ. ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു കുഷൻ ലൈക്ക് സപ്പോർട്ട് ഈ ഒരു ഗൺ പൗഡറിന്റെയും പെല്ലറ്റിന്റെയും ഇടയിൽ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു കുഷൻ എയ്തർ ഇറ്റ് വിൽ ബി മെയ്ഡ് അപ്പ് ഓഫ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും സാധാരണ ഈ വാഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. WAD വാഡ് നമ്മൾ നേരത്തെ കണ്ട അതേ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റ് മൊത്തത്തിൽ ഇതുപോലെ എന്ത് സംഭവിക്കുന്നു, ബാരൽ നിന്നും പുറത്തേക്ക് എത്തി കുറച്ചൊരു ഡിസ്റ്റൻസ് കഴിഞ്ഞ ശേഷം ഇത് കണ്ടോ ഒരു ക്യാപ്സ്യൂൾ പോലത്തെ ഒരു അറേഞ്ച്മെന്റിൽ നിന്നും ഇത് ബ്രേക്ക് ചെയ്ത് ഷാറ്റർ ചെയ്ത് ചെറിയ ചെറിയ പെല്ലറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവണം. ഓക്കെ, അപ്പൊ ഈ സ്പ്ലിറ്റ് ചെയ്ത് ഇത്രയും പെല്ലറ്റ്സ് ഒരു വൈഡ് ഏരിയയിലേക്കാണ്. അപ്പൊ നമുക്കിപ്പോ ഇത് ടാർഗറ്റിലേക്ക് പതിയുമ്പോൾ നമുക്കൊരു സർക്കുലർ ഏരിയയിലാണ് ഇതിന്റെ ടാർഗറ്റ് ഉണ്ടാവുക. ഒരു സർക്കുലർ ഏരിയയിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു പെല്ലറ്റ്സിന്റെ പാറ്റേൺ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ സ്മൂത്ത് ബോർ ഫയർ ആം എന്താന്ന് നമ്മൾ പഠിച്ചു, റൈഫിൾഡ് ഫയർ ആം എന്താന്ന് പഠിച്ചു, അതിനകത്തുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമ്യൂണിഷൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പൊ ഇതിൽ നിന്നും എങ്ങനെയാണ് ഈ പ്രൊജക്ടൈല് പുറത്തേക്ക് പോകുന്നതെന്ന് പഠിച്ചു. രണ്ടിലുള്ള പ്രൊജക്ടൈൽസിന്റെ ഡിഫറൻസ് പഠിച്ചു അല്ലെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇത് മറക്കരുത്, ഈ പറഞ്ഞ റൈഫിളിംഗിന്റെ എന്തിനാണ് റൈഫിളിംഗ് എന്ന് മറക്കരുത്. അതുപോലെ റൈഫിളിംഗ് എന്താണെന്ന് മറക്കരുത്. ലാൻസ് ആൻഡ് ഗ്രൂസിന്റെ സ്പൈറൽ അറേഞ്ച്മെന്റ് ആണ് റൈഫിളിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് റൈഫിളിംഗ്? ആക്യുറസി കൂട്ടാൻ, സ്റ്റെബിലിറ്റി കൂട്ടാൻ, എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ, എന്തിന്റെ, പ്രൊജക്ടൈലിന്റെ. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ലാൻഡ്സ് ആൻഡ് ഗ്രൂസിന്റെ അറേഞ്ച്മെന്റ്, ഈ ലാൻഡ് എന്ന് പറയുന്നത് ലാൻഡ് ടു ലാൻഡ് ആണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഗണ്ണിന്റെ ഡയമീറ്റർ മെഷർ ചെയ്യുക കേട്ടോ. അതും ഓർത്ത് വെക്കുക. ലാൻഡ് ടു ലാൻഡ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ പൊതുവെ ബോർ ഡയമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്താണ്, ഈ ലാൻഡ് ടു ലാൻഡ് ഡിസ്റ്റൻസ് ആണ്. മറ്റേത് ഗ്രൂവ് ഡയമീറ്റർ എന്നാണ് പറയാം. ഓക്കെ, ഗ്രൂവ് ഡയമീറ്റർ മെയിൻ ആയിട്ട്. അപ്പം ഈ ലാൻസിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ ബുള്ളറ്റിൽ കുറച്ച് മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞ റൈഫിളിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബുള്ളറ്റിനകത്ത് കുറച്ച് പാറ്റേൺസ്, ഈ പറഞ്ഞ ലാൻഡ് കാരണം കുറച്ച് അതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് ഹൊറിസോണ്ടൽ
പാറ്റേൺസ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ റൈഫ്ലിംഗ് മാർക്ക് എന്ന് പറയാം. അപ്പോൾ ഞാനത് വഴിയെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. നമ്മൾ നേരത്തെ കണ്ട കമ്പാരിസൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീച്ചർ ആണ് ഈ പറഞ്ഞ റൈഫ്ലിംഗ് മാർക്ക് അല്ലെങ്കിൽ റൈഫ്ലിംഗ് പാറ്റേൺ. ഈ പറഞ്ഞ റൈഫ്ലിംഗിലൂടെ ഈ ബുള്ളറ്റ് കടന്നു പോയപ്പോൾ ഉണ്ടായ കുറച്ച് സ്ട്രയേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ സ്ട്രയേഷൻസും ഒരു കമ്പാരിസൺ ഫീച്ചർ ആണ് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് പറയാണ്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു ഫയറിംഗ് പിന്നിന്റെ ഒരു ഒറിജിനൽ ഇമേജ് കാണിച്ചു എന്നേ ഉള്ളൂ. ഫയറിംഗ് പിൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ട്രക്ചർ ആണ്. ഇതേപോലെ ഇപ്പൊ നമ്മൾ ബാക്ക് സൈഡിൽ ഹാമർ വന്ന് ഹിറ്റ് ചെയ്ത് ഫയറിംഗ് പിന്ന് വന്ന് ബാക്ക് സൈഡിൽ സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. വളരെ ചെറിയൊരു സ്ട്രക്ചർ, ഇതുപോലത്തെ സ്ട്രക്ചർ ആണ് ഫയറിംഗ് പിൻ എന്ന് പറയുന്നത്. സോ ഫയറിംഗ് പിൻ എന്ത് ചെയ്യും? ഇറ്റ് ഇമ്പാക്ട്സ് ദ പ്രൈമർ ഇൻ ദ ബേസ് ഓഫ് എ കാർട്രിഡ്ജ് ആൻഡ് കോസ് ഇറ്റ് ടു ഫയർ. അപ്പോ ഈ ഒരു ഇതിപ്പോ ഒരു രണ്ട് ഫയറിംഗ് പിന്ന് കാണാല്ലേ ഈ ഒരു ഇമേജില്. ഇതൊരു ഡബിൾ ബാരൽഡ് ഗണ്ണാണ് കേട്ടോ. രണ്ട് ബാരൽ ഉള്ള ഗണ്ണാണ്. അപ്പൊ മൾട്ടിപ്പിൾ ബാരൽസ് ഉണ്ടാവാം ഒരു ഗണ്ണിന്. അപ്പൊ രണ്ട് ബാരൽ ഉള്ള അല്ലെങ്കിൽ ഡബിൾ ബാരലാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ബാരൽ ഉള്ളത് ഇതുപോലത്തെ ഒരു ഗണ്ണിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഫംഗ്ഷൻ ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഡിഫറൻസ് എന്ന് വെച്ചാൽ രണ്ട് ട്രിഗർ ഉണ്ടാവും. ഒരു ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെയിം ട്രിഗറിൽ തന്നെ രണ്ട് ഡിഫറെന്റ് ആക്ഷൻസ് ആയിരിക്കും. അതായത് ഒരു ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ഒരു ബാരലിലൂടെ ഫയർ ചെയ്യും, അടുത്ത ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത ബാരലിലൂടെ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ സെയിം ട്രിഗർ തന്നെ രണ്ട് വട്ടം പ്രസ് ചെയ്യുമ്പോൾ ഓരോ ബാരലിൽ നിന്നുള്ള ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഫയറിംഗ് പ്രോസസ് അവിടെ ഉണ്ടാവും. അപ്പൊ ഡബിൾ ബാരൽഡ് ഫയറിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഡബിൾ ബാരൽഡ് ഗണ്ണിലുള്ള ഒരു ഇമേജ് ആണ് ജസ്റ്റ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫയറിംഗ് പിൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഇതാണ് നമ്മൾ പറയാ ബ്രീച്ച് ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മസിൽ എൻഡ് പഠിച്ചല്ലേ. മസിൽ എൻഡ് എന്ന് പറയുന്നത് എന്താ? ഇസ് ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദ ഫയർ ആം. ഫ്രണ്ട് എൻഡ് ആണെന്ത് മസിൽ എൻഡ്. റെയർ എൻഡ് അല്ലെങ്കിൽ ബാക്ക് പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രീച്ച് ഫേസ്. ഒന്നുമില്ല, ഈ ഒരു ഭാഗം. ഓക്കെ, ഈ കാട്രിഡ്ജ് കേസ് വന്ന് സ്റ്റക്കായി നിൽക്കുന്ന ഈ ഒരു പോർഷൻ അതാണ് എന്ത് പറയുന്നത്? ബ്രീച്ച് ഫേസ് എന്ന് പറയുന്നത്. ഇത് സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഭാഗം നമ്മൾ സീൽ ചെയ്ത് പിടിക്കുകയാണ്. അതായത് നമ്മൾ ഇത്രയും എമൗണ്ട് ഓഫ് ഗ്യാസസ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ബാക്കിലേക്ക് പുഷ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അതെന്തുകൊണ്ടാണ് ബാക്കിലേക്ക് പുഷ് വരുന്നത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താ? എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ. അപ്പൊ ഇത്രയും ഗ്യാസസ് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തായാലും ബാക്ക്വേർഡ് മോഷനിലേക്കും കുറച്ച് ഗ്യാസസ് പുറത്തേക്ക് വരാം. അതുവഴി ചിലപ്പോൾ ഈ പറഞ്ഞ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി ഒക്കെ കുറച്ച് കുറയാം. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്യാസിനെ സീൽ ചെയ്യാനും അതേപോലെ ഈ പറഞ്ഞ കാട്രിഡ്ജ് കേസിന് സപ്പോർട്ട് കൊടുക്കാനൊക്കെയാണ് ബ്രീച്ച് ഫേസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബ്രീച്ച് ഫേസിന്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ബ്രീച്ച് ഫേസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അത് ട്രൂ ഓർ ഫാൾസ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന അല്ല ഓർത്ത് വെക്കാവുന്ന ഒരു പോയിന്റ് ആണ്. ബ്രീച്ച് ഫേസ് എന്ന് പറഞ്ഞാൽ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ബാക്ക്വേർഡ് ബാക്ക്വേർഡ് മോഷൻ വഴി വരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസസിനെ പുറത്തേക്ക് വിടാതെ സീൽ ചെയ്യുന്നത് ബ്രീച്ച് ഫേസ് ആണ്. അതേപോലെ കാട്രിഡ്ജിന് സപ്പോർട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ ബ്രീച്ച് ഫേസ് ആണ്. ബ്രീച്ച് ഫേസ് എന്താണ്? ഇറ്റ്സ് റെയർ എൻഡ് ഓഫ് ദ ഫയർ ആം. അപ്പോൾ നമ്മള് ബ്രീച്ച് എന്ന് പറയുന്നത് അതിന്റെ റെയർ എൻഡും മസിൽ എന്ന് പറയുന്നത് അതിന്റെ ഫ്രണ്ട് എൻഡും ആയിട്ടാണ് ബൈ ഡെഫിനിഷൻ നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഫയറിംഗ് പ്രോസസ് ആയി. അപ്പൊ ജസ്റ്റ് ഞാൻ ഇതൊരു റെഫറൻസിന് വേണ്ടിയിട്ട് അതിന്റെ പാർട്സിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us ആൻഡ് ലെറ്റ് us know whether there is any doubt. അപ്പോൾ നമുക്കിത് കുറച്ചധികം മെക്കാനിക്കൽ പാർട്സും കാര്യങ്ങളും പ്രോസസ് ഒക്കെ വരുന്ന ഒരു പാർട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം. എന്നാലും ഒന്നുകൂടി ഈ സെഷൻ ഒന്ന് കണ്ടു നോക്കുക, മൾട്ടിപ്പിൾ ടൈംസ് കണ്ടു നോക്കുക. പിന്നെ യൂട്യൂബിൽ ഇതിന്റെ ആനിമേഷൻ വീഡിയോസ് അവൈലബിൾ ആണ്. അതായത് ഓരോ ഗണ്ണും എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, ചില പാർട്സ് ഒന്നും നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മനസ്സിലാവണം എന്നില്ല. ചിലപ്പോൾ ഒന്നുകൂടെ നേരിട്ട് അനിമേഷൻ വീഡിയോസ് പോലത്തെ വീഡിയോസ് കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ ഒന്നുകൂടെ നോക്കിയിട്ട് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ടു ഫോളോ ദിസ്. ആൻഡ് സോ നമുക്ക് ഈ സെഷൻ ഇവിടെ വെച്ചൊന്ന് എൻഡ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പതുക്കെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇത് പഠിച്ചു പോകാം. അപ്പൊ ഇത്രയും നേരം നമുക്ക് ക്വസ്റ്റ്യൻ വൈസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പാർട്ട്. നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ഓഫ് ദ ഫയർ ആം എന്ന ഭാഗത്ത് നിന്ന് വരാവുന്ന എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതലും ഇൻഡെപ്ത് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കത് പതുക്കെ പോകാം. സോ ലെറ്റ്സ് എൻഡ് ഓഫ് ദിസ് സെഷൻ. താങ്ക് യു.